വിനോദ് സാർ, നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റായി. അതിനുശേഷം അദ്ദേഹം തോറ്റു. ജോ ബൈഡൻ അധികാരത്തിൽ വന്നു. ശേഷം വീണ്ടും ട്രംപ് അധികാരത്തിലേറി. രണ്ടാമത് അധികാരത്തിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം മറ്റൊരു മുഖമായിരുന്നു. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും കൂടുതൽ അദ്ദേഹം ഇടപെടാനുള്ള ഒരു വ്യഗ്രത കാണിക്കാറുണ്ട്. കൂടുതലും മീഡിയകൾക്ക് മുൻപിൽ അദ്ദേഹം ഓരോ രാജ്യത്തിന്റെയും പേരെടുത്ത് പറഞ്ഞ് അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ പൊതുവെ കാണാറുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യ പാക് വിഷയത്തിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത് താനാണ്. തന്റെ തീരുമാനത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും അത്തരം ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. ട്രംപിന്റെ ഈ പുതിയ അവകാശവാദം ഇന്ത്യയിൽ നിരവധി ചർച്ചകൾക്ക് വഴി തെളിയിക്കുകയാണ്. ഒപ്പം വീണ്ടും ഒരു ലോക പോലീസ് ചമയുന്നു എന്നുള്ള സംഭവം അമേരിക്ക കൂടുതൽ വ്യക്തമാക്കുകയല്ലേ ഡൊണാൾഡ് ട്രംപിനോട്? നീതു, ഇത് അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദം എന്നൊക്കെ അല്ല, അദ്ദേഹത്തിന്റെ ഒരു തള്ളാണ് എന്നാണ് ഞാൻ പറയുന്നത്. തള്ളിന്റെ ഏറ്റവും വലിയ ഉസ്താദുമാര് മലയാളത്തിലെ മലയാളികളായ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവരെ വെല്ലുന്ന തള്ളാണ് സത്യം പറഞ്ഞ ട്രംപ് കാണിച്ചിരിക്കുന്നത്. അത് ഇപ്പൊ മാത്രമല്ല, ഈ നീത്ത് പറഞ്ഞതുപോലെ ആദ്യം കണ്ട ട്രംപ് അല്ല ഇപ്പോ. ഒന്ന്, രണ്ട്, ഇനി ട്രംപിന് ഇലക്ഷന് നിൽക്കേണ്ട കാര്യമില്ല, ഇലക്ഷൻ നിൽക്കാൻ വകുപ്പില്ല. സാധാരണഗതി 2 പ്രാവശ്യം മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ. അപ്പൊ അത് കഴിഞ്ഞ് അതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. മാത്രമല്ല, ഇപ്രാവശ്യം പൂർണ്ണമായ അധികാരം എല്ലാ സഭകളിലും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴെപ്പോഴും നടന്നു പോകും, ലോകം അതനുസരിച്ച് ഓച്ഛാനിച്ച് നിൽക്കുമെന്നൊക്കെയാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇസ്രായേൽ ഗാസ സംഘർഷവും ഉക്രൈൻ റഷ്യൻ സംഘർഷമൊക്കെ ഞാൻ വന്ന് 24 മണിക്കൂറിനത് ഇപ്പൊ ഞാൻ നിർത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് തള്ളിയിട്ടാണ് വന്നതെന്ന് നമ്മുടെ ആലോചിച്ചു. പക്ഷെ അതൊക്കെ ശരി. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്ര നേതാവെന്ന നിലയിൽ പാലിക്കാനുള്ള മര്യാദകൾ പാലിക്കുന്നില്ലയോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. അദ്ദേഹം ഇപ്പോഴും ഒരു ബിസിനസ്സുകാരനായിട്ട്, ഈ ബിസിനസ്സുകാരൻ ഈ നെഗോസിയേഷന് മുമ്പായിട്ടൊരു തള്ളു തള്ളും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ ഈ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അതിനു മുന്നേ അവരിങ്ങനെ പ്രസ്താവനകൾ ഇറക്കും. പണ്ട് ക്രിക്കറ്റ് കളിക്കുന്നവര്, ക്രിക്കറ്റ് താരങ്ങൾ പോലും ഇങ്ങനെ പറയും, ഞാൻ അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും, മലർത്തി അടിച്ചു കളയും, അവരെ ഇങ്ങനെ പറയും. ആ ഒരു ലൈനാണ് അദ്ദേഹം ഇപ്പോഴും. ആ ഒരു ബിസിനസ് നെഗോസിയേഷന്റെ തന്ത്രമാണ്, അല്ലെങ്കിൽ ട്രേഡ് വെച്ച് ലോകത്തെ എല്ലാത്തരെയും കീഴടക്കാമെന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയും നടന്നില്ല. ചൈനയ്ക്കെതിരെ 145% പ്രഖ്യാപിച്ചത് ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ എല്ലാം താഴെ വന്നു. അപ്പൊ ലോകത്തെ ഏത് പ്രശ്നവും, എവിടുത്തെ പ്രശ്നവും തനിക്ക് തീർക്കാനാകുമെന്നാണ് ഈ US പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ടാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ ഇടപെടൽ മൂലമാണ് എന്ന വാദം ആവർത്തിച്ചത്. ഈ ഏറ്റുമുട്ടൽ നിർത്തിയില്ലെങ്കിൽ വ്യാപാര ബന്ധമില്ല എന്ന ഭീഷണിയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത്. വ്യാപാരത്തെ നയതന്ത്രത്തെ ഇങ്ങനെ മറ്റാരും ഉപയോഗിച്ചിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യ ഒരു ആണവായുധ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്തെ ബോധമില്ലാത്ത, അത് എപ്പോ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് ബോധമില്ലാത്ത ഒരു രാജ്യത്തോട് ഇങ്ങനെ കയറി അടിക്കുമെന്നുണ്ടെങ്കിൽ അതൊരു വ്യാപാരമോ അല്ലെങ്കിൽ ചെറിയ നഷ്ടമൊന്നും മുന്നിൽ കണ്ടിട്ടല്ല. ഇന്നലെ മോദി പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ ഇറങ്ങിയവനെ അടിച്ച് തകർത്തിട്ടേ ഉള്ളൂ മേൽ കാര്യമെന്നുള്ള ഇത് ഈ ട്രംപിനോടും മോദി പറഞ്ഞതാണ്. എപ്പോഴാണെന്ന് പറഞ്ഞ ഈ പ്രശ്നം നടന്ന ഉടനെ ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് ട്രംപിന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് മോദി സൗദിയിലായിരുന്ന സമയത്ത് ട്രംപ് മോദിയെ വിളിക്കുകയും അവിവേകമൊന്നും കാണിക്കരുത്, അതായത് എന്റെ മേൽനോട്ടത്തിൽ ലോകം മുന്നേറുമ്പം അവിവേകമൊന്നും കാണിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോ മോദി അപ്പോഴേ പറഞ്ഞു, ഇത് കൊടുക്കാനുള്ളത് തിരിച്ച് കൊടുത്തിരിക്കും, ഞാൻ അങ്ങോട്ട് പോട്ടെ, ഇത് പരിപാടി ഇപ്പൊ നിർത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ നടന്നത്. അപ്പൊ ഇന്നലെ എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നറിയും? ഞാൻ പറഞ്ഞു, ഞങ്ങൾ, അതായത് അമേരിക്ക, നിങ്ങളുമായി, അതായത് നിങ്ങളെന്ന് പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി ധാരാളം വ്യാപാരം നടത്താൻ പോവുകയാണ്. അതായത് എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പരിപാടിയുണ്ട്, നിങ്ങളുമായിട്ട് ധാരാളം. അതുകൊണ്ടാൽ ഈ പ്രശ്നം, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇപ്പൊ നിർത്തുക, ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വ്യാപാരം ചെയ്യും.
നിർത്തുന്നെങ്കിൽ ഇത് നിർത്തിയില്ല, നിങ്ങൾ തമ്മിൽ അടിക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഒരുമാതിരി പിള്ളേരുടെ അടുത്ത് അച്ഛന്മാര് പറയത്തില്ലേ, എടാ ഇന്ന് സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അടി നിർത്തും, ഇപ്പൊ നിർത്തിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് തന്നെ കൊണ്ടുപോയില്ല എന്ന് പറയും. അപ്പൊ അതുപോലെയാണ്. ഇല്ലെങ്കിൽ ഒരു വ്യാപാരം ഇല്ല. പെട്ടെന്ന് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ പറഞ്ഞു ശരി ഞങ്ങൾ നിർത്താം. ഇതാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. വെടിനിർത്തലിന് അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ വ്യാപാരമാണ് അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ. ഇതൊക്കെയാണ് തള്ളുകൾ ഇന്നലത്തെ. ഇത് അമേരിക്കയിൽ ചെന്ന് നിന്ന് അമേരിക്കയിലെ മണ്ടന്മാരിങ്ങനെ കേട്ടോണ്ട് നിൽക്കുമ്പോൾ അവരാരും തിരിച്ചൊന്നും ചോദിക്കാനില്ലാത്തപ്പോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാം. ഇതാണ് ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ കേരളത്തിലെ ടിപ്പിക്കൽ രാഷ്ട്രീയക്കാർ തള്ളുന്ന തള്ളിന്റെ ഒരു എക്സാമ്പിളാണ്. അങ്ങനെ ചെയ്തോളെ, ഇങ്ങനെ ചെയ്തോളെ. നമ്മളൊന്ന് ആലോചിച്ച് എന്നിട്ട് തമാശ എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ ഇന്ത്യൻ മാധ്യമങ്ങളും വെണ്ടക്കയിൽ അങ്ങോട്ട് നിരത്തി ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അപ്പൊ ട്രംപാണ് നിങ്ങളെ. ഇത് ഇവന്മാർക്ക്, അതായത് നമ്മുടെ നാട്ടിലെ ഈ വിഡ്ഢികൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? അതാണ് എന്റെ ഏറ്റവും വലിയ സംശയം. ഒരാൾ അവിടെ കിടന്ന് പിച്ചും പേയും പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇവിടെ കിടന്ന് തുള്ളുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇയാളൊരു അമേരിക്ക പറയുന്നത് എന്താണ്, പാകിസ്ഥാനുമായി നമ്മൾ ഭയങ്കര നല്ല വ്യാപാരമാണ് നടത്താൻ പോകുന്നത്, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആണ് ഈ ആണവ സംഘർഷം ഞങ്ങൾക്ക് തടയാനായത്. അപ്പൊ ഈ വിടുവായത്തനം പറയുന്നതിന് ഒരു ഇതൊന്നുമില്ലെന്നല്ല. അപ്പൊ ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. രണ്ട് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരോ പ്രതിരോധ മന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ഇതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല. നമ്മുടെ മിലിറ്ററി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസും അവരുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസും തമ്മിലാണ് നടത്തിയതെന്ന്, ഇത് ചർച്ച നടത്തിയതെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ന് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഈ വെടിനിർത്തൽ നിലവിൽ വരുന്നത്. 3:30 അവർ തമ്മിൽ തീരുമാനമായത് 5 മണിക്ക് നിർത്താൻ. ഈ 5 മണിക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് അറിഞ്ഞ ആള് ഒരു ഡിപ്ലോമാറ്റിക് അതായത് നയതന്ത്ര സാമാന്യ മര്യാദയും ഇല്ലാതെ 5:33 ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂ സോഷ്യൽ എന്ന് പറയുന്ന സമൂഹം, അത് അദ്ദേഹത്തിന്റെ തന്നെയാണ് പറഞ്ഞു, അവര് വെടിനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു, എല്ലാവർക്കും വളരെ നല്ലത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. 6 മണിയായപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഇത് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ, ഇന്ത്യ പറയുന്നത് 6 മണിക്കാണ്, പാകിസ്ഥാൻ അതിന് മുന്നേ പറഞ്ഞിട്ടില്ല. ആ ട്വീറ്റിന്റെ പുറകെ ട്വീറ്റ് ചെയ്തെന്നുള്ളത്, അത് ട്രംപിന്റെ ട്വീറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. പക്ഷേ ഇന്ത്യ ആദ്യമായിട്ട് വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറയുന്നത് 6 മണിക്കാണ്. അപ്പൊ തന്നെ അവര് അപ്പോഴത്തേക്ക് 5:33 ട്രംപിന്റെ വലിയ സംഭവം പുറത്തു വന്നല്ലോ. പക്ഷെ അവര് പറഞ്ഞു ഇതിനകത്ത് ഒരു മധ്യസ്ഥതയും ആരും ചെയ്തിട്ടില്ലെന്ന് കൃത്യമായിട്ട് ഇന്ത്യ അപ്പൊ പറഞ്ഞു. പക്ഷെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളോ നമ്മുടെ പ്രതിപക്ഷമോ ഒന്നും പരിഗണിക്കുന്നില്ലെന്നുള്ളതാണ് തമാശ. അവർക്ക് ഇപ്പോഴും സായിപ്പ് പറയുന്നതും വെളിയിൽ നിന്ന് ഏതെങ്കിലും അല്ലെ പാകിസ്ഥാൻകാർ പറയുന്നതും ഒക്കെയാണ് വേദവാക്യം. അപ്പോ ഇനി ഓപ്പറേഷൻ സിന്ദൂറിന് പുറകെ ഈ മാസത്തിൽ തന്നെ ഈ മാസം 9-ാം തീയതി US പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു ഈ പ്രശ്നം തുടങ്ങുന്നതിന്റെ അന്ന്. അപ്പോ ഈ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 8-നും 10-നും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറോടും 10-ാം തീയതി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോട് സംസാരിച്ചിരുന്നു. പക്ഷെ ഈ ഒരു സംഭാഷണങ്ങളിലും ഞാൻ ഈ പറഞ്ഞ അതിന് മുൻപ് നടന്ന ഒരു സംഭാഷണങ്ങളിലും വ്യാപാര വിഷയങ്ങൾ ഉയർന്നിട്ടില്ലെന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള കൃത്യമായ കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ വ്യാപാര വിഷയം ഉയർത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്താവുന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഇനിയിപ്പോ അടുത്ത പ്രശ്നം വരാൻ പോണെന്ന് പറഞ്ഞാൽ, ഇത് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഇടപെടലുകൾ ഇത്രയും അബദ്ധം, ഇദ്ദേഹത്തിന് യാതൊരു ഡിപ്ലോമസിയും ഇല്ല എന്നുള്ളതിന്റെ പല പല ഉദാഹരണങ്ങൾ നമ്മളിപ്പോ സെലിൻസ്കി ആയിട്ടുള്ള സംസാരത്തിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് തന്നെ ഇത് പറഞ്ഞാണ്, ഇയാൾക്ക് എവിടെ എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ഒരുമാതിരി സ്ഥലത്തെ പ്രധാന ഗുണ്ടയെ പോലെയാണ് സംസാരിക്കുന്നത്. അതാണ് അവന്റെ ഒരു വലിയ പ്രശ്നം. പോലീസിനെ പോലെ പോലും അല്ല, വെളിയിൽ നാട്ടില് പോലീസ് ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. അപ്പം ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഇത് ഏറ്റുപിടിക്കാൻ ഇന്ത്യയിലെ മാധ്യമങ്ങളുണ്ടാവും, കേരളത്തിലെ പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രതിപക്ഷം ഉണ്ടാവും. ഉടനെ പ്രതിപക്ഷത്തിന് ഇത് വിളിച്ചു കൂട്ടണം, എന്താ പറയുക, പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടണം. എങ്ങനെയാണ് പാർലമെന്റ് സമ്മേളനം ഇപ്പൊ വിളിച്ചു കൂട്ടാൻ പറ്റുക? വെടിനിർത്തൽ പോലും വന്നിട്ടില്ല നിലവിൽ. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ എപ്പം മാറ്റി വെക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ ഡ്രോൺ ആക്രമണം
ഇന്നലെ പ്രധാനമന്ത്രി സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും കൊണ്ടു. അത്ര പവർഫുൾ ആയിട്ടുള്ള സ്പീച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം കാണിക്കുമ്പോൾ ഡ്രോൺ പൊക്കി കാണിച്ചു. അപ്പൊ സൈന്യം പറയുന്നത് ഇവൻ ഡ്രോൺ അവന്റെ സ്ഥലത്ത് പൊക്കി കാണിച്ചതേ ഉള്ളൂ, ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ എന്നാലും അവന്റെ സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. അതായത് അതിർത്തിക്ക് അപ്പുറം നിന്നിട്ടാണ് ഈ ഡ്രോണുകൾ ലൈറ്റ് ഒക്കെ ഇട്ട് പൊക്കി കാണിച്ചതെന്നാണ് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങള് ഇത് വലിയ തോതിൽ വെച്ച് അലക്കി എന്നുള്ളത് സത്യമാണ്. അത് ഇംഗ്ലീഷ് ചാനലായിക്കോട്ടെ മലയാളം ചാനലായിക്കോട്ടെ, ഈ നമ്മൾ പണ്ട് ദീപാവലിക്ക് പടക്കം മേടിച്ച് ഒരുപാട് കൂടുതൽ മേടിച്ചു പോയി കഴിഞ്ഞാൽ ഈ തലേ ദിവസം അന്ന് രാത്രി പൊട്ടിച്ചു തീർക്കാൻ പറ്റിയില്ല, അതിന്റെ അടുത്ത ദിവസം അങ്ങനെ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് പൊട്ടിച്ചു തീർക്കും. അതുപോലെ കരുതിയാൽ മതി. കാര്യം എന്ന് പറഞ്ഞാല് ഈ ഓരോ പ്രാവശ്യം അവൻ ഡ്രോൺ പൊക്കി കഴിയുമ്പോഴും ഇവിടുന്ന് ഒരു മിസൈല് പോയി നമ്മുടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് വേറെ കാര്യം. അവിടെ അവൻ ഡ്രോൺ പൊക്കി അവന്റെ സ്ഥലത്ത് പറന്നു എന്ന് പറഞ്ഞാൽ അതിന് വെടിവെച്ചിടാന്നുള്ളതല്ലാതെ നമ്മൾ ഓരോ പ്രാവശ്യം അതിന്റെ പുറകിൽ ഓരോ മിസൈൽ അയക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ ചെയ്യേണ്ടത്, ഇന്നലെ ഒരു നല്ല പഴയ ജനറൽ ബക്ഷി, അത് മേജർ ജനറൽ ബക്ഷിയുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവൻ ഒരു ഡ്രോൺ അങ്ങോട്ട് വിടുമ്പോൾ ആ ഏരിയ, ഡ്രോൺ വിട്ട ഏരിയ അങ്ങ് ആർട്ടിലറി കൊണ്ട് അടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞു. 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് നിന്നോളും. അല്ലാതെ നമുക്കിപ്പോൾ അതിന്റെ പുറകിൽ ഓരോ പ്രാവശ്യവും ചെന്ന് അവിടെ ചെന്ന് പാകിസ്ഥാനിൽ മിസൈൽ ഇടുക എന്ന് പറയുന്നത് ഒരിടത്തും നടക്കാത്ത കാര്യമാണ്, പ്രായോഗികമല്ല. പിന്നെ മാത്രമല്ല, ഇത് ആ രാജ്യത്തിന്റെ ആ ചെയിൻ ഓഫ് കമാൻഡിന്റെ ടോട്ടൽ ഫെയിലിയർ ആണ്. ഇത് അവർക്ക് കാലക്രമേണ മനസ്സിലാവും. ഇത് അടുത്ത പ്രാവശ്യം സംഭവിക്കാൻ പോണെന്ന് ഇപ്പൊ ഇന്ന് അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആളുകൾ തമ്മിൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇയാള് ഇതുവരെ സെലിൻസ്കിയെ മെരുക്കിയതുപോലെയോ മറ്റു രാജ്യങ്ങളെ മെരുക്കിയതുപോലെ ഇന്ത്യ അത്ര എളുപ്പത്തിൽ മെരുക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നതെങ്കിൽ തെറ്റാണ്. അതായത് ഇന്നലെ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചർച്ച പാകിസ്ഥാനുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഭീകരവാദത്തിനെ കുറിച്ച് മാത്രം. ചർച്ച പാകിസ്ഥാനുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ എപ്പോൾ തിരിച്ചു തരുമെന്നുള്ളതിനെ പറ്റി മാത്രമേ ഉള്ളൂ ചർച്ച. വേറെ ഒരു ചർച്ച ഇനി ഇവന്മാരുമായിട്ടില്ലെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ട്രംപിന്റെ പെർമിഷനോട് കൂടിയല്ലല്ലോ അവിടെ പോയി അടിച്ചത്. ഒരുപക്ഷെ ട്രംപ് മറ്റേ ഈ ടെററിസ്റ്റ് ക്യാമ്പ് അടിക്കാൻ പോകണമെന്നുള്ളത് ചിലപ്പോൾ ട്രംപിന്റെ അടുത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു മര്യാദയുടെ പുറത്ത്. പക്ഷെ അതിനുശേഷം നടന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇന്നലെ തന്നെ പല തമാശകളും പല കഥകളും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ ആളുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ സേനാ തലവന്മാര് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ കിനാര ഹിൽസിൽ അടിച്ചോന്ന് ചോദിച്ചാൽ കിനാര ഹിൽസ് എവിടെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ സേനാ തലവന്മാരില്ല, നല്ല ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസ്, ഞങ്ങൾ അങ്ങനെ സംഭവമില്ല, കിനാര ഹിൽസിലാണ് ഇത് വെക്കുന്നെന്ന്, അണുവായുധം വെക്കുന്നെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതാര് പറഞ്ഞു എന്നൊക്കെയാണ് അവർ തിരിച്ച് ചോദിച്ചത്. എനിവേ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓപ്പറേഷന്റെ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയണമെന്നില്ല. എന്നാലും നമുക്ക് രാജ്യത്തിന്റെ അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ട്രംപ് ഇതുവരെ എല്ലാ രാജ്യങ്ങളോടും കളിച്ചതുപോലെയോ ഇന്ത്യയോട് കളിക്കുന്നത് നടക്കില്ല. അവരുടെ വ്യാപാരം വേണ്ടെങ്കിൽ വേണ്ടെന്ന് അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഇതാണ് നമുക്ക് കൂടുതൽ പ്രധാനം, ഒരു യുദ്ധം തുടങ്ങാൻ റെഡിയാണെങ്കിൽ പിന്നെയാണ് ഒരു വ്യാപാരം. അപ്പൊ അത് ട്രംപിന് തെറ്റിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. നയതന്ത്ര മര്യാദകൾ പാലിക്കേണ്ടതുപോലെ പാലിച്ചാൽ ഇവിടെ നിന്നും ഉണ്ടാവും. ഈ ട്രംപിനോട് തിരിച്ച് കയർത്ത് പെരുമാറുന്ന രാജ്യങ്ങളുണ്ട്. നോർത്ത് കൊറിയ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഈ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് നിലനിൽക്കാൻ പ്രയാസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള സഹകരണം വേണം. അപ്പൊ ഒരുപക്ഷെ ഈ ട്രംപിനുള്ള കുത്ത് ഒരുപക്ഷെ മോഡി അധികം താമസിക്കാതെ കൊടുക്കുമായിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എന്നാലും നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. തൽക്കാലം അമേരിക്ക ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യമാണെന്ന് മാത്രം വിചാരിച്ചോണ്ടാ മതി. നമുക്കും പ്രയോജനമുണ്ട്, അവർക്കും പ്രയോജനമുണ്ട്. അപ്പൊ ഇതേക്കുറിച്ച് ഈ ട്രംപിന്റെ തള്ളിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് പറയാനുള്ളത്. അല്ലാതെ അതിനകത്ത് അതിന്റെ അപ്പുറത്തോട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മുടെ കുറച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒഴിച്ച് വേറെ ആരും വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ അമേരിക്കക്കാർ പോലും ട്രംപിന് വില കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അയാൾ ഇങ്ങനെ പലതും പറയും. തൽക്കാലം നമ്മുടെ പ്രസിഡന്റ് അല്ലേ, കൊണ്ടുപോട്ടെ. ഇത് ഈ ഒരു ചിന്താഗതി ആകാനാണ് വഴി. നീതു, അതാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും വിനോദ് സാറ് പറഞ്ഞ പല കാര്യങ്ങളും വളരെ രസകരമായിരുന്നു. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയേറെ ബാലിശമായി പെരുമാറുന്നു എന്നുള്ളതാണ് അത്ഭുതം. കൃത്യമായി ഇന്ത്യയെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒരു ടൂൾ ആയിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഇന്ത്യയും പാകിസ്ഥാനും അതിൽ മൗനം പാലിക്കുന്നത് വരെ ഡൊണാൾഡ് ട്രംപിന് ഈ രീതി തുടരാം എന്നുള്ളതാണ്. വിനോദ് സാർ പറഞ്ഞതുപോലെ ഒരു ക്ഷമയുടെ ഏറ്റവും അവസാനം മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ട്രംപിന്റെ കയ്യിൽ നിൽക്കില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. താങ്ക് യു സർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.